അപ്പോൾ ടൈഗൂൺ സഹോദരന്മാരെ കാണാനും പരിചയപ്പെടാനും പറ്റി. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇന്നത്തെ ഹൈലൈറ്റ് ആയത്. പിന്നെ ഇങ്ങനത്തെ വണ്ടിക്ക് അത്യാവശ്യം കാലം കൊടുത്ത് പോകണല്ലോ, നല്ല കാര്യമല്ലോ ഇവിടെ വീഡിയോ എടുത്തിരുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. സർവീസിനൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കയറുന്ന തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങണം. അവർ വൈകുന്നേരം കയറുന്നു, അവർ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങണം. രാവിലെ ആകുമ്പോൾ അവരുടെ ഡെസ്റ്റിനേഷനിലെത്തണം. ആ ഒരു കംഫർട്ട് കൊടുക്കാൻ പറ്റണം. ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ ഈ ടോപ്പ് ആൻഡ് പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ബ്ലൂ തീമിലാണ്, ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്ലോത്ത് നന്നായിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, പക്ക പ്രീമിയം സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം 2 ആഴ്ചയായി നമുക്ക് വീഡിയോ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു നല്ലൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിൽ വരാൻ കാരണം വേറെ ഒന്നുമല്ല, ഒരു പുതിയൊരു ഗ്രൂപ്പ്, ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നമുക്ക് 2 സ്ലീപ്പർ ബസ്സായിട്ട് ബാംഗ്ലൂരു കേരള, ബാംഗ്ലൂർ കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പുതിയതായിട്ട് സർവീസ് അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വണ്ടി കേട്ടോ, ഹൈലൈറ്റ് റോഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ പുതിയതായി നമ്മുടെ ബാംഗ്ലൂർ കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള അതേ വണ്ടി ഇതാണ് കേട്ടോ. അപ്പോൾ ഇവർ 2 വണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ലൈലൻഡ് നമ്മൾ മിസ്റ്റർ ഹോളീസ് ചെയ്തിട്ടില്ലേ, സെയിം അതേ 13.5 മീറ്റർ ലൈലൻഡ് ചേസിൽ പ്രകാശ് കെപ്പലിലെ ബോഡി കെട്ടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മിസ്റ്റർ ഹോളീസിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ആരും ആ വീഡിയോ ശരിക്കും കണ്ടില്ല. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ പിൻ ചെയ്തിടാം, ഒന്ന് കാണുക കേട്ടോ. അത് വെറും 1000 വ്യൂസ് കിട്ടിയത്. അത് ഇതുപോലെയുള്ള 13.5 മീറ്റർ വണ്ടിയായിരുന്നു, ഒരു ബ്ലൂ കളർ തീമുള്ള വണ്ടിയായിരുന്നു. റോഡിൻ്റെ സൈഡിലിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, ക്ഷമിക്കാം. വണ്ടി സ്റ്റാർട്ടിലുമാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ഫ്രണ്ട് ലെവലിൽ വരികയാണെങ്കിൽ നമ്മുടെ കവളൊക്കെ സ്ഥിരം ക്ലീഷ് ചെയ്യാൻ നമ്മുടെ കെപ്പെല്ലാം സ്ഥിരം പറഞ്ഞവരാണ് കവളും കാര്യങ്ങളൊക്കെ, ഒരു വ്യത്യാസമില്ല. വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഹൈലൈറ്റ് റോഡ്ലിങ്സ് എന്നൊരു മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് തീമിലാണ് വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ആ ഒരു ബോണറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. താഴെ പ്രകാശിൻ്റെ ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ കെപ്പലയുടെ ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അതിന് വന്നിട്ടുള്ളത് കേട്ടോ. അടിയിൽ DR ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല അഴകായിരിക്കുന്നുണ്ട്. ബമ്പറിൻ്റെ മുകളിൽ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഫ്രണ്ട് ലുക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് വണ്ടിയുടെ. നല്ല രസമുണ്ട്. അഭിലാഷ് ചേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ ഇത്. അഭിലാഷ് ചേട്ടനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അദ്ദേഹം വണ്ടി വന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യം തന്നെ വണ്ടി വീഡിയോ ചെയ്യാനായിട്ട് അദ്ദേഹം തന്നു. ഇവർക്ക് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് മെയിനായിട്ടുള്ള ഇവരുടെ ബിസിനസ്. കൊച്ചിയിലും അതുപോലെ തന്നെ ബാംഗ്ലൂർ ഒക്കെ അവർക്ക് ഓഫീസുണ്ട്, കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഓഫീസുണ്ട്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇന്ന് ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദിവസം തന്നെയാണ് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് വന്നത്. ഇന്ന് വേറൊരു നല്ലൊരു സന്തോഷം തോന്നി. ഇന്ന് ഈ വണ്ടിയുടെ ഉള്ളിലിരിക്കുന്നത് നമ്മുടെ ടൈഗൂൺ സഹോദരന്മാരാണ് കേട്ടോ. ഇന്നാണ് അവരെ കാണാൻ നേരിട്ടിട്ട്, ഒരുപാട് കാലം കാണണമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കാണാൻ സാധിച്ചു, അവരതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ അത് അവർ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവരുടെ ഷൂട്ട് എവിടെയും നടക്കുന്നുണ്ട്. ആരുടെ ആദ്യം വീഡിയോ വരിക എനിക്കറിയില്ല. എന്തായാലും അവരെ കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും പറയാനൊക്കെ ഉള്ളത്. നമ്മളിതിന് മുന്നേ ഒരുപാട് പറഞ്ഞതാണ്. കെപ്പെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ കുറേ വണ്ടികൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മിസ്റ്റർ ഹോളീസിൻ്റെ പുതിയ BSX വണ്ടി നമ്മൾ ചെയ്തതാണല്ലോ, അപ്പോൾ അതിൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. 13.5 മീറ്റർ വണ്ടിയാണിത് പറഞ്ഞല്ലോ. ഹൈലൈറ്റ്
റോഡ്ലിങ്സ് കൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഓറഞ്ച് തീമിലാണ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല അഴകായിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ കുറച്ചൊന്ന് കയറി നിന്നിട്ട് പറയാം, എന്നാൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇത് 13.5 മീറ്റർ ലെങ്ത്തിൽ വരുന്ന വണ്ടി കണ്ടേ ക്യാമറയുടെ ഒരു ഇതിൽ പെട്ടെന്ന് ഒതുങ്ങില്ല, അതായി പ്രശ്നം. വൈറ്റ് നമ്മുടെ ഹൈലൈൻ ട്രാവൽസില്ലേ, ചിലപ്പോൾ അതും ഇതും തമ്മിൽ മാറിപ്പോവില്ലേ. എനിക്ക് അടക്കം പെട്ടെന്ന് മാറിപ്പോയി ഹൈലൈനും ഹൈലൈറ്റും ആയിട്ട്. അപ്പോൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെന്ന്, അതിൻ്റെ ഒരു എംബ്ലം കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ ലോഗോ ആണ് ഇതിൽ ശരിക്കും കാണിച്ചിട്ടുള്ളത്. പിന്നെ 296/86 22.5 റേഡിയൽ ടയറും കാര്യങ്ങളൊക്കെ വന്നേക്കണേ. പിന്നെ ഞാൻ മെക്കാനിക്കൽ ഭാഗത്തേക്ക് കിടക്കണില്ല, അത് മെക്കാനിക്കൽ ഭാഗത്ത് ഞാൻ പഴയ ഹോൾഡേഴ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ എത്ര 13 മീറ്റർ സൈസ് വരുന്നത്, ഫുൾ എയർ ആണ്, അതുപോലെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ നമ്മളതിൽ പറഞ്ഞത് ഫുൾ ഓപ്ഷനാണ്, റിട്രാഡർ ഉണ്ട്, അതുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെക്കാനിക്കൽ സെക്ഷൻ അതിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കൂടുതൽ വിശദമായിട്ട് അതിലേക്ക് കിടക്കണില്ല. വീണ്ടും നമ്മൾ റിപ്പീറ്റ് അടിക്കുമ്പോൾ ആൾക്കാർക്ക് അത് ഇറിറ്റേഷൻ വരുന്നത്, അതുകൊണ്ടാണ് അതിലേക്ക് കിടക്കാത്ത കേട്ടോ. അപ്പോൾ സൈഡിൽ ഇതുപോലെയാണ് ഫുൾ എന്താ പറയുക ഗ്ലാസിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കാണുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ഇവിടെ തന്നെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. രാത്രി കാണാനാണ് കുറച്ചൊരു ഭംഗിയാവുക. പറ്റുകയാണെങ്കിൽ രാത്രി ഷോട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ലഗേജിൻ്റെ ബോക്സിൻ്റെ ഏരിയകളാണ്. ഈ 2, 3, 4 അറകൾ കാണുന്നത് ലഗേജ് ബോക്സിൻ്റെ ഏരിയകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രകാശിൻ്റെ ഒരു ലോഗോ അവിടെ കാണാം. പിന്നെ ട്രെയിനിൻ്റെ ക്രൂ, അതുപോലെ ലൈവ് ട്രാക്കിംഗ്, CCTV, ചാർജിങ് പോയിൻ്റ്, സ്പീഡ് വൈഫൈ, പിന്നെ റീഷെഡ്യൂൾ ടിക്കറ്റ് എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കയറുന്ന ആ ഒരു എന്താ പറയുക എയർ ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് സൈഡിൽ നിന്ന് നമുക്ക് കാണിക്കാനും പറയാനൊക്കെ ഉള്ളത്. എന്തായാലും നല്ല രസമുണ്ട്. വൈറ്റ്, ഓറഞ്ച്, ബ്ലാക്ക് കൂടി വന്നപ്പോഴേ വണ്ടി വേറെ ലെവലായി. അപ്പോൾ നമുക്ക് ഇനി ബാക്കിലേക്ക് തന്നെ കിടക്കാം. ബാക്കിലേക്ക് തന്നെ പോകുമ്പോൾ ബാക്ക് വീലിൻ്റെ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. സൈസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ എയറാണ്, ഫുള്ളി എയറാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇവിടെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, ഉള്ളിൽ ഇപ്പോൾ അവർ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ ഉള്ളിൽ ലൈറ്റ് ഇടാൻ കാര്യങ്ങളൊക്കെ ആയിട്ടേ, അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ആണ്. ഇത് പാലാ പൊൻകുന്നം റോഡാണ് കേട്ടോ, അടിപൊളി റോഡാണ് കേട്ടോ. എന്തായാലും ഇന്ന് നല്ല മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു ദിവസമായി, തെളിഞ്ഞ ഒരു ദിവസം. അപ്പം എന്നെ വീഡിയോ എടുക്കാൻ പറ്റി. എന്തായാലും ബാക്ക് പോർഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് റോഡ്ലിങ്സ് കൊണ്ട് എന്ത് ഹൈറ്റാന്ന് നോക്കിയാൽ വേണ്ടി ഹൈലൈറ്റ് റോഡ്ലിങ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ highlightroadlinks.com, highlightoverseas.com എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഈ നമ്പറിൽ വിളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേറെ നമ്പറിനൊക്കെ ഇടാം. അപ്പോൾ വിളിക്കുക, സെറ്റാക്കുക. ഇത്രയ്ക്കൊക്കെയാണ് ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. പിന്നെ കെപ്പെല്ലാന്ന് പറഞ്ഞ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ടൈൽ ലാംപ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബാക്കിലത്തെ ടൈൽ ലാംപ്സ് ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ ഒരു റിഫ്ലക്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ കെപ്പല്ലയുടെ അതിൽ നമ്മൾ എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നീട്ടി വലിച്ച് പറയാത്തത്. വളരെ സ്പീഡിൽ എത്രത്തോളം സ്പീഡിൽ പറയാൻ പറ്റും അത്രയും സ്പീഡിലാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിലത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ. നല്ല രസമായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. ബാക്കിൽ നിന്നൊക്കെ കാണാനായിട്ട് നല്ല അഴകായിരിക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് പോവാം. ഈ സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് ബാക്കിൽ നിന്ന് ഇങ്ങനെ ആക്കി നോക്കിയാലാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. കേട്ടോ, ബാക്കും സൈഡും നോക്കും ഒരേ ഒരു ഫ്രെയിമിൽ വന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കേട്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒരു സെറ്റപ്പ്. ഇങ്ങനെയുണ്ട് ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ആൻഡ് വൈറ്റ് തീം അല്ലേ, അടിപൊളി. ഇവിടെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ബാക്ക് വീലിൻ്റെ ഏരിയ അതും ഓറഞ്ചിലാണ് അതിൻ്റെ വീൽ ക്യാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ഈറ്റ്സിൻ്റെ ഡീസൽ ടാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ഡീസൽ ഫില്ല് ചെയ്യണതും അതുപോലെ തന്നെ ഇത് ഈറ്റ്സിൻ്റെ ഫില്ല് ചെയ്യണതൊക്കെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് വീലിൻ്റെ ഭാഗം. പിന്നെ ഈ നമ്മുടെ ഈസ് യൂണിറ്റാണ് ഈ കാണുന്നത്. ഫ്രണ്ട് ഡോറ് ഡ്രൈവർക്ക് കയറാനുള്ള ഡോറ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ മെയിൻ ഹൈവേ കാരണം അധികം സ്ഥലമില്ല, അപ്പോൾ നിന്ന് പറയാനും എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വലിയ വണ്ടിയെ കാരണം നല്ലൊരു സ്പേസ് കിട്ടിയാലും നമുക്ക് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്കെടുത്ത് പറയാനുള്ളത്. വണ്ടിയുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, നന്നായിരിക്കുന്നുണ്ട്. ആ കൊമ്പൊക്കെ നല്ല അഴകായിരിക്കുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലൊന്ന് കയറാം. ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. നമ്മൾ മിസ്റ്റർ ഹോളിഡേയ്സ് ചെയ്ത സമയത്ത് നമ്മൾ ഇതേ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ സെയിം ഒരു മാറ്റമില്ല കേട്ടോ. ഇൻറ്റീരിയറൊക്കെ അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
13.5 മീറ്റർ മിസ്റ്റർ ഹോൾഡേഴ്സ്. അപ്പോൾ ആ വീഡിയോ പക്ഷേ നമ്മൾ ഇട്ടപ്പോൾ ഒരാൾ സപ്പോർട്ട് ചെയ്യണ്ടായില്ല. അപ്പോൾ ഒന്ന് കാണുക കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇടുന്ന ഈ വീഡിയോയും ആ വീഡിയോയും തമ്മിൽ ഭയങ്കര കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം വെച്ചാൽ സെയിം വണ്ടിയാണ്, ഏകദം ഒരേപോലെ എന്ന് പറയാം. ശരിക്ക് ഈ ചെയ്തിട്ടുള്ള വർക്കൊക്കെ ഉണ്ടല്ലേ, ഉണ്ടോ ഈ ഒരു സൺമേക്ക് ഒട്ടിച്ചത് വരെ ആ വണ്ടിയിലെ സെയിം, ഒരു വ്യത്യാസമില്ല, സെയിമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 13.5 മീറ്റർ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആംബിയൻസ് ലൈറ്റ് സൈഡ് കൂടെ അങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് 2+1 ലേഔട്ടിലാണ് ഇതിൻ്റെ ബെർത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 2 ബെർത്ത് ഇവിടെ വരും, പിന്നെ ഒരു ബെർത്ത് ഇവിടെ വരും. മുകളിലും അതുപോലെ തന്നെ ഒരു ബെർത്ത് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും, പിന്നെ 2 ബെർത്ത് ഇവിടെയായിട്ടും കാണാൻ സാധിക്കും. 36 ബെർത്താണ് ടോട്ടൽ ഇതിന് വരുന്നത്. 13.5 മീറ്റർ വണ്ടിയായി കാരണം 12 മീറ്റർ വണ്ടിക്കൊക്കെ 32 ബെർത്തൊക്കെ ആയിരുന്നു. ഇവിടെ കണ്ടില്ലേ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലഗേജൊക്കെ വെക്കാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാമർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ നമുക്ക് ചാർജിങ് പോർട്ടൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ചാർജിങ് പോർട്ടൽസ് ഉണ്ട്. പിന്നെ മൊബൈലൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കാനുള്ള ഹോൾഡർ ഉണ്ട്. ഇതൊക്കെയാണ് ഇൻറ്റീരിയർ കാഴ്ചകൾ. പിന്നെ ഇതിൻ്റെ ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എന്താ പറയുക കിടക്കയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, മാട്രസും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അവരുടെ ഹൈലൈറ്റ് റോഡ് ലൈൻസ് എന്ന് പറഞ്ഞുള്ള അവരുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പില്ലോസിൻ്റെ മുകളിലും ഹൈലൈറ്റ് റോഡ് ലിങ്ക്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സൈഡിൽ നോക്കുമ്പോൾ കണ്ടോ ഇവിടെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു സാധനം വെച്ചേക്കണം എന്തിനാന്ന് വെച്ചാൽ ചെരുപ്പ് വെക്കാനാണ്. ദൈവം ഇത് കയറാൻ ആൾക്കാർ ചെരുപ്പ് ഇതുപോലെ പുറത്ത് വെക്കരുത്, ഷൂസ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കാനാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ചില വണ്ടിയിൽ ഇത് അടയ്ക്കാൻ പറ്റുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത്രയും സ്പേസ് ഉണ്ട്, അത് ഇതിനടിയിലൊക്കെ ഇത്രയും സ്ഥലമുണ്ട്. ലഗേജ് അത്യാവശ്യമുള്ള ചെറിയ ബാഗും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൽ തന്നെ സൂട്ട് കേസൊക്കെ ഇതിൽ തന്നെ വെക്കാൻ പറ്റും. അത്രയും സ്പേസ് ഈ അടിവശത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, ഇത്രയും സ്പേസാണ് ഇതിൽ അടിവശം വരുന്നത്. അപ്പോൾ പിന്നെ മാറ്റൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അവരുടെ എന്താ പറയുക പുതപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു പുത്തൻ വണ്ടിയാണ്. അപ്പോൾ പുത്തൻ വണ്ടിയിൽ നമുക്ക് ചെയ്യാൻ കിട്ടി. ഇവിടെ ഒരു ലഗേജ് ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഞാൻ എടുത്ത് പറയാൻ വന്നത് ഇതാണ്, ഈ ചാരി ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതും, അതുപോലെ തന്നെ ഈ ടോപ്പ് ആൻഡ് പോർഷൻ ഉണ്ടല്ലോ അതൊക്കെ ഒരു ബ്ലൂ തീമിലാണ്, ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്ലോത്ത് നന്നായിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ പക്ക പ്രീമിയം സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളിതിന് മുന്നേ കണ്ട വണ്ടികളൊന്നും ഇങ്ങനെ അത്രയും സെറ്റപ്പിലൊന്നും കൊടുത്തിട്ടില്ല. കണ്ടോ, ഇതൊറ്റ ബട്ടൺ അമർത്തിയാണെങ്കിൽ ഇത് വർക്കാവും, ഒരു ബട്ടൺ അമർത്തിയാൽ ഇത് കേടും. അങ്ങനെ നന്നായിരിക്കുന്നുണ്ടല്ലേ. പിന്നെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൺമേക്കൊക്കെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, വൈറ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ തീമൊക്കെ നന്നായിരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഈ ഫുഡ് ഉണ്ടല്ലോ, അത് കൊടുത്ത മെറ്റീരിയൽ വന്ന ഒരു ക്രീം മെറ്റീരിയലിനാണ് ഇതും യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓവറോൾ നന്നായിരിക്കുന്നുണ്ട്. പിന്നെ സ്ട്രിപ്പ് ലൈറ്റ് താഴെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുകളിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പർ ബെർത്ത് ലോവർ ബെർത്ത് എന്നുള്ള ആ ഒരു എയറോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വുഡ് ആൻഡ് ഫിനിഷിലൊരു സംഭവം ഉണ്ടല്ലോ, ഇത് നന്നായിരിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതാണ് നമുക്ക് ലൈറ്റ് അടിക്കുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഓവറോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. ഇത് ജിങ്കയുടെ AC യൂണിറ്റാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. AC ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയ സൗണ്ടും വേരിയേഷൻസൊക്കെ ഉണ്ടായിരിക്കും, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് വല്ലാത്തൊരു സന്തോഷം എന്ന് തോന്നിയാൽ നമുക്ക് ടൈഗോൺസിനെ കാണാൻ പറ്റി. ആദ്യമായിട്ട് ഞാൻ ടൈഗോൺസ് 2 പേരും കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് കാണാൻ പറ്റി. അവർ വീഡിയോ എടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് രസകരമായിട്ടുള്ള വേറൊരു കാര്യം. എന്തായാലും കുറേ കാലമായിട്ട് കാണാമെന്ന് വിചാരിച്ച കുറേ ആൾക്കാരാണ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റ് ചാനലുള്ള ടൈഗോൺസ് സഹോദരന്മാർ. എന്തായാലും അവരൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റി, ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. വേറെ ഒന്നും എനിക്ക് കൂടുതലായിട്ട് പറയാനില്ല. പിന്നെ ഈ ബ്ലൂ ലൈറ്റുകൾ എപ്പോഴും നല്ലതാണ് കാണാനായിട്ടൊരു പ്രത്യേക ഒരു കണ്ണിന് ഈ ഒരു ക്രീം കളർ തീമിൽ ബ്ലൂ കൂടി വരുമ്പോഴേ നല്ലൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. ആ ബ്ലൂവിന് ചേർന്ന ഒരു കളറും താഴെയും കൊടുത്തിട്ടുണ്ടല്ലോ, മേ ബി അതായിരിക്കാം മാച്ച് ഒരു ബ്ലൂ കൊടുത്തേക്കണം. അതായത് കളർ സെൻസിൽ ഉള്ളൊരു കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ക്രീം ആൻഡ് എന്താ പറയുക ഒരു ബ്ലൂ തീമിലാണ് ഒരു, അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഇതാണ് അവൻ്റെ തീം വന്നിട്ടുള്ളത് മൊത്തത്തിൽ. എന്താ ഇവിടെ ഈ കമ്പിയൊക്കെ ഉണ്ടല്ലോ, അതിന് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും
ഒരു എന്താ പറയുക ലൈറ്റായിട്ടൊരു ബ്ലൂഷ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിന്, അതും പിന്നെ അതുപോലെ ക്രീം മുകളിൽ. അപ്പോൾ അതാകുമ്പോൾ നന്നായിരിക്കുന്നുണ്ട്. ആഷ് എന്ന് പറയാമല്ലേ, ആഷ് എന്നും വിളിക്കാം. എന്തായാലും ഇത്രയ്ക്കൊക്കെയാണ് അപ്പോൾ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, വണ്ടിക്ക് ഇപ്പോൾ ട്രിപ്പ് എടുക്കുന്ന സമയമായി, അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, പ്രകാശിൻ്റെ ലോഗോ, അതുപോലെ ക്ലോക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഉള്ളിലത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. ഓവറോൾ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും കിടു വണ്ടിയില്ല, ഒന്നും പറയാനില്ല. എന്തായാലും അഭിലാഷ് ചേട്ടനാണ് ഇതിൻ്റെ ഓണർ, അദ്ദേഹത്തിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ കിട്ടി, സന്തോഷം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റീറിംഗ് വീലും അതുപോലെ അതിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വരുന്നത്. നമ്മൾ സ്ഥിരം പഴയ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഈ ഭാഗം കാണിക്കണില്ല. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ അഭിലാഷ് ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതിലേക്ക് കിടക്കാം. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹമാണോ ഈ വണ്ടിയുടെ ഓണർ? എങ്ങോട്ട് നിൽക്കും? എൻ്റെ പേര് അഭിലാഷ്. അഭിലാഷ്. അതെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം? ഫീൽഡിനോട് താല്പര്യം. മുന്നേ വണ്ടികളുണ്ടായിരുന്നു? മുന്നേ വണ്ടികൾ എന്ന് വെച്ചാൽ എനിക്ക് ഒരു 10 വർഷമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു, ഈ നൈറ്റ് സർവീസ്. പിന്നെ ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്തതാണ്, നടന്നില്ല. ഇപ്പോൾ സമയം സാഹചര്യമൊക്കെ ഓക്കെ ആയപ്പോൾ ചെയ്തു. ഓക്കെ. പിന്നെ വേറെ നമുക്ക് എന്താ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളത്? നമുക്ക് മെയിനായിട്ട് സ്റ്റഡി അബ്രോഡാണ്, കൺസൾട്ടൻസിയാണ്. ഹൈലൈറ്റ് ഓവർസീസ്, സെയിം നെയിം തന്നെ, ഹൈലൈറ്റ് ഓവർസീസ്. എറണാകുളത്താണ് നമ്മുടെ ഓഫീസ്. പിന്നെ വേറെ എവിടെ പുറത്ത് ഓഫീസുണ്ടോ? പുറത്ത് യു കെയിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UK, കാനഡ, ഓസ്ട്രേലിയ ഇതൊക്കെയാണ് ചെയ്യുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഇവിടെ സ്റ്റഡി അബ്രോഡ്. ഈ പിന്നെ പെട്ടെന്ന് നൈറ്റ് സർവീസിലേക്ക് വരാനും മുന്നേ ടൂറിസ്റ്റ് ബസ് അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു, നമുക്ക് ടെമ്പോ ട്രാവലറൊക്കെ നമ്മൾ ടൂറിസ്റ്റ് ടാക്സി ആയിട്ടൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി താല്പര്യം ഇതുപോലുള്ള ഒരു ഹെവി ബിസിനസ്സിനോടായിരുന്നു താല്പര്യം. പിന്നെ എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എയിം എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ ഒരു സർവീസ് തുടങ്ങിയപ്പോൾ? സർവീസ് നന്നായിട്ട് കൊണ്ടുപോവുക, നല്ല സർവീസ് കൊടുക്കുക, കൂടുതൽ സർവീസ് എന്താ പറയുക, കൂടുതൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെ പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് ഉണ്ട്, തീർച്ചയായിട്ടും പ്ലാനിങ്. നല്ല സർവീസ് കൊടുക്കുക, അത് തന്നെയാണ് എയിം. പിന്നെ ഇതിൽ നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണതൊക്കെ? ഇതിൽ നമ്മൾ മെയിനായിട്ട് വാട്ടർ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വൈഫൈ ഉണ്ട്, അതുപോലെ തന്നെ കംഫർട്ടാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. നല്ല എന്താ പറയുക, ഇപ്പോൾ നൈറ്റ് സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കയറുന്ന തന്നെ ജസ്റ്റ് ഒന്ന് ഉറങ്ങണം. അവർ വൈകുന്നേരം കയറുന്നു, അവർ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങണം, രാവിലെ ആകുമ്പോൾ അവരുടെ ഡെസ്റ്റിനേഷനിലെത്തണം. ആ ഒരു കംഫർട്ട് കൊടുക്കാൻ പറ്റണം, അത് തന്നെയാണ് നമ്മുടെ എയിം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നന്നായി പോട്ടെ. അപ്പോൾ ഇനി വണ്ടികൾ ഫ്ലീറ്റുകൾ എണ്ണം കൂട്ടാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. പേര്? രാഹുൽ. രാഹുൽ. എന്താ ഏത് വണ്ടിയിലായിരുന്നു ആദ്യം? ഞാൻ ലോറിയിലൊക്കെ ആയിരുന്നു. അതിന്റെ റൂട്ട് എന്ന് പറയുമോ? റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 6:45 സ്റ്റാർട്ടിങ്. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, കൊടുങ്ങൂര്, പുളിക്കൽക്കവല, അവിടെ നേരെ മണർകാട്, കോട്ടയം ടൗണിൽ കയറുന്നില്ല, നാമ്പടം വഴി പാലം കയറി ഇറങ്ങി ഏറ്റുമാനൂര് നേരെ കടുത്തുരുത്തി, കുറുപ്പന്തറ, കടുത്തുരുത്തി, തലയോലപ്പറമ്പ്, എറണാകുളം നേരെ തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെ വാളയാർ വഴി 6:45 എടുത്തിട്ട് രാവിലെ ബാംഗ്ലൂർ എത്ര മണിക്കാണ്? നമ്മൾ പറയുന്ന ടൈം 8:30ക്കാണ്. വണ്ടിയാണ് അങ്ങോട്ട് മാറ്റങ്ങൾ വരെ. ഇതാണ് എന്റെ ടൈമിങ്. നമ്മളെപ്പോഴും 6:45. അവിടെ നിന്നും 6:45 തിരിച്ചെടുക്കണം. അപ്പോൾ ബുക്ക് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് തുടക്കം ഈ വണ്ടിയാണ് ഈ ഒരു വൈകിട്ട് പോണത് അല്ലേ? വൈകിട്ട് പോകുന്നത് ഏറ്റവും താമസിച്ച് ലേറ്റ് ആയിട്ട് പോകുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയാണ്. ബാക്കിയുള്ളതായിട്ട് മുന്നേ പോകുന്ന വണ്ടികളാണ്. അതും നമ്മുടെ കോട്ടയം വഴിയല്ല ഒരു വണ്ടി പോകുന്നത്, നമ്മൾ മാത്രമേ ഉള്ളൂ കോട്ടയം വഴി പോകുന്നത്. അതെന്തുകൊണ്ടത്? എല്ലാവരും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കൂടുതൽ വണ്ടികളും ഇവിടുന്ന് പാല, തൊടുപുഴ അങ്ങനെയാണ് പോകുന്നത്. പാലായിൽ കുറേ ടിക്കറ്റുകളാണ്, ബ്രില്യൻ്റ് കോളേജിൽ അവിടെയൊക്കെയുള്ള കുറേ ടിക്കറ്റുകളുണ്ട്. അവരത് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കോട്ടയം വരെ ഉള്ള ആൾക്കാർ ഒന്ന് പോകണമെങ്കിൽ ഒന്നെങ്കിൽ കോട്ടയത്ത് ചെല്ലുക, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കാഞ്ഞിരപ്പള്ളി കയറുക, മുന്നോട്ട് വരിക. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാണ് ഇപ്പോൾ ഈ വണ്ടി അല്ലേ? അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞാൽ നമ്മുടെ ടൈഗൂൺസ് സഹോദരങ്ങളാണ് എനിക്ക് ഈ വീഡിയോ എടുത്തിരുന്നത്. ഇതിൽ പരം സന്തോഷമില്ല. കാരണം വെച്ചാൽ ഒരിക്കലും
എപ്പോഴും കാണുന്ന ആഗ്രഹിച്ച മുഖമാണ് ഇവര്. അതൊന്ന് നേരിട്ട് കാണാൻ പറ്റിയ പിന്നെ വളരെ സന്തോഷം. അപ്പൊ അത് മാത്രല്ല ഇരട്ടി മുതലേ ഇപ്പൊ അവരെ ഈ വീഡിയോ എടുത്തു തരണേ. എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം. ഓക്കെ, സീറ്റ് ബെൽറ്റിന്റെ കാര്യം അത് പോട്ടെ അല്ലേ. എന്തായാലും രസാ, കയ്യാണെങ്കിൽ വരണം മതി. ഓളെ മാത്രം ശരിയായില്ല. എൻ്റെ അടുത്തില്ലേ വൈപ്പറ് ഒന്ന് വീണിട്ട് അത് കറക്റ്റ് ചാലാവണ്ടേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോ അതൊക്കെയാണ് അവസ്ഥ. കാല് കൊടുത്ത് പോകുമ്പോ നല്ല രസമായിട്ട് ഇങ്ങനെ എടുത്ത് പോകാൻ പറ്റണ്ടോ, നല്ല രസമായിട്ടുള്ള വണ്ടി പറയാലേ. അപ്പോ ടൈഗൂൺ സഹോദരന്മാരെ കാണാനും പരിചയപ്പെടാനും പറ്റി. അതാണ് ഏറ്റവും വലിയ ഇന്നത്തെ ഹൈലൈറ്റ് ആയത്. പിന്നെ ഇങ്ങനത്തെ വണ്ടിക്ക് അത്യാവശ്യം കാല് കൊടുത്ത് പോകണല്ലോ, നല്ല കാര്യമല്ലോ. ബ്രേക്ക് നോക്കട്ടെ, പെർഫെക്റ്റ് ആണ്. നമ്മളിതിന്റെ ഇതേപോലത്തെ ഒരു വണ്ടി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ മിസ്റ്റർ ഹോൾഡേഴ്സ്. അതൊന്ന് കാണാട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അന്ന് വളരെ നിസ്സാര വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂര് പൊള്ളാച്ചി ഓടുന്ന വണ്ടിയായിരുന്നു. ഞാൻ അത്യാവശ്യം കാലം ഒന്ന് കൊടുത്തിട്ട് പോണേട്ടാ. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വിമലാണ് അപ്പുറം നിന്നൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണേ. അത്യാവശ്യം നല്ല RPM കൂട്ടിയിട്ട് ഓടിക്കണേ. ലൈലൻഡ് എന്തായാലും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാട്ടാ, നല്ല മുതലാണ്. ബ്രേക്ക് നമ്മളെ സഹോദരൻ വീടായിരുന്നു പറയാന്. ഒരു ആർമറച്ചുണ്ട്, അതാണ് രസം. അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വണ്ടിക്ക് ട്രിപ്പ് എടുക്കാറായി, അതുകൊണ്ട് ഞാൻ അധികം വണ്ടി ഓടിക്കണില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടി ഇത്രയും ദൂരം തിരിച്ചു വന്നിട്ട് അവർക്ക് വണ്ടി ട്രിപ്പ് എടുക്കേണ്ടതാണ്. പിന്നെ അത് ചെയ്യണതും മോശമല്ലേ. അപ്പോൾ ഡീസലൊക്കെ ഇത്രയും വിലയുള്ള ടൈമിൽ നമ്മൾ അത് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒന്ന് ഒതുക്കാം. വളവാണ്, അത് കയറ്റി ഒതുക്കാം. അപ്പോൾ ഞാൻ ഓടിക്കുന്ന വീഡിയോ കുറച്ച് ലെങ്ത് ആകുമ്പോൾ ആൾക്കാരെന്നെ പറയേണ്ടത് ഇങ്ങനെ വെറുപ്പിച്ച് വരിക എന്നൊക്കെ പറയണ്ട. അപ്പോൾ അതുകൊണ്ട് അധികം ഓടിച്ചിട്ട് വെറുപ്പിക്കുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ വേണ്ട അത് ഒരുമിച്ച് തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ തിരക്കുകൾ എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞ രണ്ട് വ്യക്തികളാണ് ഇവിടെ വീഡിയോ എടുത്തിരുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, നമസ്കാരം. താങ്ക് യു. രണ്ടുപേരും എടുത്തു കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഇട്ടു, അത് നമ്മൾ ചെയ്യാറുള്ളതാണല്ലോ. ഓക്കെ.